ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? കുറച്ച് സോയാബീൻ ഉണ്ട്. നമുക്കത് വെച്ചിട്ട് ഒരു റോസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ ഇതിനു മുമ്പ് ഫ്രൈ ആക്കിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ചിലർക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്കൊക്കെ ഇഷ്ടമില്ല. ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി നോക്കാം, ബായോ. നമ്മളിത് ആദ്യം തന്നെ സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് 3-4 പ്രാവശ്യം കഴുകിയെടുത്ത് പിഴിഞ്ഞ് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരു പകുതി വേവ് അതിൽ കഴിഞ്ഞു പോയി. പിന്നെ നമ്മളൊരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 10-20 ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മുടെ പൊടി ഐറ്റംസൊക്കെ അതൊക്കെ ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പ് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളിയും കൂടി ഇട്ടേക്കാം. കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഇനി ഇത് നന്നായിട്ട് വഴരട്ടെ. നമ്മുടെ ചെറിയുള്ളിയും സവോളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മറന്നുപോയായിരുന്നു കേട്ടോ. ഇതാ തേങ്ങാക്കൊത്ത് ആദ്യമേ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. കുഴപ്പമില്ല, ഇപ്പം ഇട്ടാലും മതി. ഇതാ നമ്മൾ ഒരു 2-3 പൂള് തേങ്ങ കൊത്തിയതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ പേസ്റ്റൊക്കെ ചേർക്കണം. ഇതാ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ 1 സ്പൂൺ പച്ചമുളക് ചതച്ചത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണം. 1 തക്കാളി എടുത്തിട്ടുള്ള അതും കൂടെ അങ്ങിട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ, തക്കാളിയൊക്കെ ഒന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിന് പാകത്തിന് ചേർക്കണം കേട്ടോ. ഞാൻ എന്തായാലും സോയാബീൻ ആണെങ്കിൽ പോലും ഇവിടെ ഇച്ചിരി എരിവ് വേണം. അപ്പം ഞാനൊരു ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ ഇട്ടേ. അതുപോലെ തന്നെ ഗരം മസാല 1 സ്പൂൺ ഇട്ടു. ഇത് നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ചേർക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് പൊടിയുടെയൊക്കെ ഒരു കുത്തല് ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഒരുപാട് ചേർക്കരുത്. ഈ പൊടി ഒന്ന് എന്താ പറയുക, ഈ ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. സോയാബീൻ വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ വേവും ഉണ്ടാവില്ല, എന്നാൽ ഒന്ന് വേവാൻ മാത്രമുള്ള കുറച്ച് വെള്ളം. ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇത് സോയാബീൻ വെന്തതാണ്, പിന്നെ നമ്മുടെ ബീഫിൻ്റെയൊക്കെ പോലെ ഇതിനകത്തൊന്നും വെള്ളം ഇറങ്ങാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളമേ ഉള്ളൂ, നല്ല പോലെ പിഴിഞ്ഞെടുത്തതല്ലേ. ഒന്ന് ആവി കയറി ചെറിയൊരു വേവും ഈ മസാലയെല്ലാം അതിലൊന്ന് പിടിക്കുകയും കൂടെ, അത്ര പരിപാടിയുള്ളൂ. ഇനി ഇത് മൂടി വെച്ച് ചെറുതീയിലൊന്ന് വേവിക്കാം. നമ്മുടെ സോയാബീൻ എന്തായെന്നൊന്ന് നോക്കണ്ടേ, ഇളക്കി കൊടുക്കണേ. വെജിറ്റേറിയൻകാർക്കോ അതുപോലെ തന്നെ എന്താ പറയുക, ബീഫ് കഴിക്കാത്തവർക്കോ ഒക്കെ ഇതുണ്ടാക്കി നോക്കാം, നല്ലതാണ് കേട്ടോ. ഒരു പ്രാവശ്യവും കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ സോയാബീൻ എന്തായെന്നൊന്ന് നോക്കണ്ടേ. ഇതാ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. സോയാബീനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കുറച്ച് മല്ലിച്ചപ്പ് ഇടുക എന്നുള്ളതേ ഉള്ളൂ. കണ്ട, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒരു മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1 സെക്കൻഡ് ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ സോയാബീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു റോസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി എന്താ, നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, വെജിറ്റേറിയനാണ്. അപ്പോൾ നമ്മളെല്ലാം ബീഫൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് കൊടുക്കണ്ടേ, അതിന് വേണ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.